ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നൂതന സാങ്കേതിക വിദ്യകൾ സിനിമയിൽ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ആവുകയാണ്. ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരികയും അതിൻ്റെ മികവ് സിനിമയിൽ കാണാൻ കഴിയുകയും ചെയ്യുന്നു. ഇന്ന് AI ആണ് ഏറ്റവും കൂടുതലായി സിനിമയെ ആകർഷിക്കുന്ന പുതിയ ഘടകമായി വന്നിരിക്കുന്നത്. സമീപകാലത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ഒരു AI കഥാപാത്രം ഇന്ന് ഇന്ത്യയിൽ തന്നെ ചർച്ചയാകുകയാണ്. അതെ, ആ ഒരു നേട്ടം മമ്മൂട്ടി നേടുന്നു. ഇന്ത്യയിൽ മമ്മൂട്ടി തന്നെ ഒന്നാമനാവുന്നു. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു AI കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് കോടികളുടെ ചെലവും അവിടെയൊന്നും നമുക്ക് തൃപ്തികരമല്ലാത്ത കാര്യങ്ങളുമാണ്. സമീപകാലത്തിറങ്ങിയ രേഖാചിത്രം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കാതോട് കാതോരം എന്ന ചിത്രത്തിൽ അന്നുണ്ടായിരുന്ന ആ ഒരു രൂപം AIയിലേക്ക് വരികയും ഏറ്റവും മികച്ച രീതിയിലുള്ള AI ക്യാരക്ടറായിട്ട് ഇന്ത്യക്കകത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്യുകയാണ് ആ ഒരു വേഷം. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ 2 പോലെയുള്ള സിനിമകളിൽ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന കോടികൾ വാരി മുടക്കിയാണ് ആ ഒരു കഥാപാത്രത്തെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വിജയ് ചിത്രത്തിൽ വിജയകാന്തിനെയുമൊക്കെ ആ AIയിലൂടെ വരുമ്പോൾ നമുക്ക് ആകെ ഒരു വിമർശനമാണ് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് മമ്മൂട്ടിയെ AIയിലൂടെ ചിത്രീകരിച്ചപ്പോൾ ആളുകൾ പറയുന്നതും തമിഴരും തെലുങ്കിലും ഹിന്ദിക്കാരും ഒക്കെ ആ ഒരു സിനിമ കാണാനിടയായത് മമ്മൂട്ടിയുടെ ആ AI ക്യാരക്ടറിലൂടെയാണ്. അതെ, വെറും 9 കോടി ബഡ്ജറ്റിൽ വന്ന രേഖാചിത്രം എന്ന സിനിമ ഇന്ന് തരംഗമാകുന്നത് വിജയത്തിൻ്റെ പേരിൽ മാത്രമല്ല, AI കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയിൽ കൂടിയാണ്. നമുക്കറിയാം, ഇത്ര മികച്ച രീതിയിൽ AI കഥാപാത്രം ഇന്ത്യൻ സിനിമകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തമായി മാറുകയാണ്. ഇവിടെ നേട്ടം കൊയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ കാതോരം എന്ന സിനിമ ഇന്നും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ചാക്കോച്ചൻ അതിനകത്തിലെ ഒരു പാട്ട് പാടി എന്നാ താൻ കേസുകൂടെ എന്ന സിനിമ എത്രത്തോളം പ്രശസ്തമായിരുന്നു ആ ഒരൊറ്റ ഗാനം കൊണ്ട് എന്നുള്ളത്. വീണ്ടും രേഖാചിത്രം എന്ന ജോഫിൻ്റെ ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായി എത്തിയ ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഏറിയ പങ്കും മമ്മൂട്ടിയുടെ ആ ഒരു പ്രസൻസും ഒപ്പം ആ AI ക്യാരക്ടറുമായിരുന്നു എന്ന് ഇന്ന് എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതെ, AI ക്യാരക്ടേഴ്സൊക്കെ ഇന്ന് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ 2-ൽ കാണിച്ച പോലെ അബദ്ധങ്ങളല്ല വേണ്ടത്. അതിനെ വലിയ രീതിയിലുള്ള വിമർശനം ജനങ്ങൾ പറയുമ്പോൾ ഇതിന് കയ്യടി നേടുന്ന ഒരു കാഴ്ചയും. എന്താണെങ്കിലും ആ നേട്ടം ഇന്ന് മമ്മൂട്ടിക്ക് സ്വന്തമാവുകയാണ്. AI കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയോടെ കാണുന്ന ആദ്യ മുഖം ഇന്ത്യയിൽ അത് മമ്മൂട്ടിയിലാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.